Oh Jesus, you are my Lord. Oh Jesus, you are my healer. Oh Jesus, you are my Savior. Oh Jesus, you are my Lord. Oh Jesus, you are my Lord. Oh Jesus, you are my healer. Oh Jesus, you are my Savior. Oh Jesus, you are my Lord. Divine healer, divine healer. ഇവരിപ്പോൾ ഇവിടെ ധ്യാനം കൂടുകയാണ്. ധ്യാനം കൂടുന്നതിന് മുൻപ് തന്നെ ഇവർ ദൈവസന്നിധിയിൽ ഒരു കാര്യം പറഞ്ഞു. അതനുസരിച്ച് ദൈവം ഇവരെ അനുഗ്രഹിച്ചു. അത് നന്ദി പറയാനായിട്ട് ധ്യാനം കൂടുക. ആ സാക്ഷി നമുക്ക് കേൾക്കാം. എൻ്റെ പേര് ജിജി. എന്നെ കെട്ടിച്ചു വിട്ടേക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ കോട്ട ഇടവകയിലേക്കാണ്. ഞങ്ങൾ കൊച്ചിന് എൻ്റെ മകൻ ജെറാൾഡിന് വേണ്ടിയിട്ടാണ് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നത്. അവൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ആദ്യമൊക്കെ സ്കാനിങ് ചെയ്യുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. 9ാമത്തെ മാസത്തിൽ ഞങ്ങൾ സ്കാനിങ് ചെയ്യാൻ വേണ്ടി ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഫ്ലൂയിഡ് നന്നേ കുറവാണ്, കൊച്ചിന് ഒട്ടും തന്നെ വെയിറ്റ് ഇല്ല. അപ്പം ഒരു പണി ചെയ്യണം, നിങ്ങളൊരു 10 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരണം, എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ഡേറ്റ് എന്നാണെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ 10 ദിവസം കഴിഞ്ഞ് ഫ്ലൂയിഡൊക്കെ നന്നായിട്ട് കുടിച്ച് പ്രാർത്ഥിച്ചൊക്കെ ഒരുങ്ങി ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഫ്ലൂയിഡിന് അധികം പോലും കൂടിയിട്ടില്ല, വെയിറ്റും അധികം ഒന്നും കൂടിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഇനി ഒരു 10 ദിവസം കൂടെ കഴിഞ്ഞിട്ട് അപ്പം മാർച്ച് 10 ഫെബ്രുവരി 28-നാണ് കൊച്ചുണ്ടായത്. മാർച്ച് 10 ആകുമ്പോഴത്തേന് ഡെലിവറി ഉണ്ടാകത്തുള്ളൂ, നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോളോ എന്ന് പറഞ്ഞ് ഞങ്ങളെ തിരിച്ചയക്കുന്ന സമയത്ത് ബ്ലീഡിങ്, അതായത് ഫ്ലൂയിഡ് ലീക്ക് ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു. ഡോക്ടർ കണ്ട് ചെക്ക് ചെയ്ത് നോക്കിയപ്പം നന്നായിട്ട് ഫ്ലൂയിഡ് ലീക്കേജ് തുടങ്ങി. ഭയങ്കര അത് ശക്തമായിട്ട് ബ്ലീഡിങ്ങും ചെയ്യാൻ തുടങ്ങി. അപ്പം ഞാനും മമ്മിയുമാണ് അന്ന് ഹോസ്പിറ്റലിൽ പോയത്. വെറുതെ സ്കാനിങ്ങിന് പോയിട്ട് തിരിച്ചു വരാമെന്നുള്ള ഒരു ഇതിലാണ് വന്നത്. പപ്പായൊന്നും കൂടെ ഉണ്ടായിരുന്നില്ല, ഹസ്ബൻഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് തന്നെ അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞു. പെട്ടെന്ന് അഡ്മിറ്റാക്കി ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി ചെക്ക് ചെയ്ത് നോക്കിയപ്പം ഡോക്ടർ പറഞ്ഞു അതുകൊണ്ട് സെപ്റ്റം ഉള്ളത് കൊണ്ട് എങ്ങനെയായാലും നമുക്ക് നോർമൽ ഡെലിവറിക്ക് വേണ്ടി ട്രൈ ചെയ്യാൻ പറ്റത്തില്ല, സിസേറിയൻ തന്നെ ചെയ്തേ പറ്റുള്ളൂ. ഞങ്ങൾ ഓൾറെഡി നോർമൽ ഡെലിവറി മതിയെന്ന് ഡോക്ടറിനോട് പറഞ്ഞായിരുന്നു. പക്ഷേ ഈ ഒരു പ്രശ്നം കാരണം ഡോക്ടർ പറഞ്ഞു എങ്ങനെയൊക്കെ ആയാലും ഇതിന് വേണ്ടി ട്രൈ ചെയ്താൽ കൊച്ചു ഡെത്താകും, അല്ലെങ്കിൽ അതുപോലെ തന്നെ എനിക്ക് പെയിനൊന്നും ഉണ്ടാകുന്നുമില്ല. അപ്പം കൊച്ചു ഓട്ടോമാറ്റിക്കലി ഇറങ്ങി വരത്തില്ലല്ലോ. അപ്പം ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ആ സമയത്ത് പപ്പ മമ്മി പുറത്താണ് ഇരിക്കുന്നത്. പപ്പായെ വിളിച്ച് ആരുടെയെങ്കിലും ആണുങ്ങളുടെ സൈൻ ഇല്ലാതെ, പുരുഷന്മാർ ആരുടെയെങ്കിലും സൈൻ ഇല്ലാതെ അവർ ചെയ്യത്തില്ല. അപ്പം മമ്മിയോട് ഡോക്ടർ അങ്ങനെ പറഞ്ഞില്ല. മമ്മി കൂടുതൽ ടെൻഷനാകത്തേ ഉള്ളെന്ന് മനസ്സിലായി. മമ്മിയോട് ഒരു കാര്യം മാത്രം പറഞ്ഞു, പപ്പായെ എത്രയും പെട്ടെന്ന് കൊണ്ടുവരിക, അല്ല നമുക്ക് വേറെ നിർവാഹമില്ല, സിസേറിയൻ ചെയ്യാൻ പോകണമെന്നൊന്നും മമ്മിയോട് പറഞ്ഞില്ല. അത്യാവശ്യം മമ്മിയോട് പപ്പായോട് കോൺടാക്ട് ചെയ്യുക, പപ്പായെ പെട്ടെന്ന് തന്നെ കൊണ്ടുവരാമെന്ന് മാത്രം പറഞ്ഞു. പപ്പായോട് പറഞ്ഞു കൊച്ചിന് കുഴപ്പമൊന്നുമില്ല, പപ്പായ ടെൻഷൻ അടിക്കാതിരിക്കാൻ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, എന്നാലും ചിലപ്പം വേണ്ടി വന്ന സിസേറിയൻ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞ് അങ്ങനെ പെട്ടെന്ന് തന്നെ OT കയറ്റി. ആ സമയം എന്ന് പറഞ്ഞാൽ 8:40 PM ആയി, അതായത് ഫെബ്രുവരി 28 8:40 PM. ഞാനപ്പോൾ ഇങ്ങനെ ഡോക്ടർ പറഞ്ഞു എന്നോട് ആംബുലൻസ് റെഡി ആക്കിയിട്ടുണ്ട്, മെഡിക്കൽ കോളേജിൽ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും, ബേബി വെയിറ്റ് കുറവാണ്, എന്തെങ്കിലും പ്രശ്നം ശ്വാസം മുട്ടലോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വെന്റിലേറ്ററും കാര്യങ്ങളും എല്ലാം റെഡിയാണ്, ഇവിടെ എന്നോട് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് പുറത്തേക്ക് പോകേണ്ടി വരും എന്നെല്ലാ കാര്യവും പറഞ്ഞു. ഞാൻ നന്നായി ടെൻഷൻ അടിച്ചു. വേറെ ആരോടും എനിക്കപ്പോൾ ഷെയർ ചെയ്യാനുമില്ല. ഞാൻ ഈശോയോട് ഷെയർ ചെയ്തു, ഈശോയോട് പ്രാർത്ഥിച്ചു. ഞാനിങ്ങനെ ക്ലോക്കിലോട്ട് നോക്കിയപ്പോൾ ഞാൻ ഈ സാബു ബ്രദറിൻ്റെ ധ്യാനം ശാലോമി കാണാറുണ്ട്, ബ്രദർ ഒരുപാട് പേര് സുഖപ്പെടുത്തുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് എനിക്ക് ഭയങ്കര വിശ്വാസമായി. ഈശോയെ സാബു ബ്രദറിൻ്റെ ധ്യാനം കൂടി ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കോളാം, കൊച്ചിന് കുഴപ്പമൊന്നും ഇല്ലാതെ കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു. കൊച്ചുണ്ടായി. കൊച്ചിന് 2 പോയിൻറ്റ് നോർമലല്ല, സിസേറിയൻ തന്നെയാണ്. കാരണം വാൽവ് ഉള്ളത് കൊണ്ട് നോർമലാക്കാൻ പറ്റില്ല. അപ്പം 150 ഉണ്ടായിരുന്നു വെയിറ്റ്. പോരാതിന് കൊച്ച് നല്ല ആക്റ്റീവ്. കൊച്ച് കരഞ്ഞുകൊണ്ട് വന്നു, കണ്ണ് തുറന്ന് ഒരു കുഴപ്പമില്ല, കൊച്ചി കിട്ടി. ഇപ്പോഴും 9 മാസമായി. ഇപ്പോൾ കൊച്ചിൻ്റെ പേര് ജെറാൾഡ് എന്നാണ്. ഇപ്പോഴും അവൻ്റേതായ ഒരു ഏജിൻ്റേതായുള്ള ഒരു ഇതില്ല, വെയിറ്റ് ഇല്ല. ബ്രദർ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ആ ഒരു വിഷമസന്ധിയിൽ ഈ മകള് ദൈവസന്ധിയിൽ പറഞ്ഞു, ഇങ്ങനെ സാബുറിൻ്റെ ധ്യാനം കൂടി ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കോളാം. കർത്താവ് തന്നെ ഇടപെട്ടു. അങ്ങനെ മിടുക്കനായിട്ട് കുഞ്ഞിനെ കിട്ടി.
കർത്താവ് അനുഗ്രഹിക്കട്ടെ. കരമൊന്ന് ഉയർത്തി ഇവരെ ഒന്ന് അനുഗ്രഹിക്കാമോ? ഹല്ലേലൂയ. കർത്താവെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവിൽ നിറയട്ടെ. കർത്താവായ യേശുവേ, വന്ധ്യമായിരിക്കുന്ന ഗർഭപാത്രങ്ങളെ അങ്ങ് തൊടണമേ. മക്കൾക്ക് ജന്മം നൽകാൻ കവണ്ടില്ലാത്തവർക്ക് കവണ്ട് വർദ്ധിക്കട്ടെ. അവരുടെ എണ്ണം പെരുകി ഇരട്ട കുട്ടികളെ ഒറ്റ പ്രസവത്തിൽ 3-4 കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങേക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. എൻ്റെ യേശുവേ, എൻ്റെ നല്ല ദൈവമേ, മക്കളില്ലാത്തവരെ, മക്കളെ ആഗ്രഹിക്കുന്ന മുഴുവൻ പേരുടെ മേലും അത്ഭുത ദൈവിക ശക്തി കടന്നു പോവട്ടെ. വന്ധ്യമായിരിക്കുന്ന ഗർഭപാത്രങ്ങളിൽ മക്കൾ പിറക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആമേൻ. Oh Jesus, you are my Lord. Oh Jesus,